ഹജ്ജിൻ്റെ ചടങ്ങുകളൊക്കെ കഴിയും. എന്നിട്ട് മദീന ഷെരീഫ് സിയാറത്തിന് പോകും. ചിലയിടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ ആദ്യം തന്നെ മദീന ഷെരീഫിലേക്ക് എത്തും, പിന്നീട് ഹജ്ജിന് അവർ വരും. എന്തായാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗദയുള്ള പുണ്യഭൂമിയിലേക്ക് പോവാൻ മനസ്സ് പദം വരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറമാക്കി കൊടുത്തത് മക്ക, ഷഫീഉൽ വറ മുഹമ്മദ് റസൂൽ തങ്ങൾക്ക് അറമാക്കി കൊടുത്തത് പുണ്യ മദീന. ഇനി മദീനയിലേക്കുള്ള യാത്ര, നമ്മുടെ മനസ്സ് സ്വലാത്ത് കൊണ്ട് മുഖരിതമാകണം. ഹബീബായ നബി തങ്ങളെ കാണാൻ പോവാൻ സ്നേഹത്തോടെ, ആദരവോടെ, സ്നേഹത്തോടു കൂടെ ഒരാളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുക്കണം. അതാണ് രീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൗതികമായ ഉപഹാരങ്ങളൊന്നും വേണ്ട, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിൽ അപ്പം തുടികൊട്ടേണ്ട വികാരം എന്താണ്? ഇതുവരെ ഞാൻ സ്വലാത്ത് ചൊല്ലിയത് എത്തിക്കാൻ മലക്കുകൾ ഉണ്ടായിരുന്നു, ഇനി ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് ഡയറക്റ്റ് ആയിട്ടാണ്, എൻ്റെ ഹബീബ് നേരിട്ട് കേൾക്കാൻ പോവാണ്. ഫിഹാലത്തിൽ പോയത് റൂഹി കുൻതു ഉർസിലുഹ, ദൂരെയായിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. തുഖബ്ബിലുല്ലാഹു, അങ്ങയുടെ പുണ്യശരീഫ് ഈ ഭൂമി എൻ്റെ ആത്മാവ് വന്ന് ചുംബനം നടത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ സന്ദർഭത്തിൽ ഞാനിതാ കടന്നു വന്നിരിക്കുന്നു പ്രവാചക സ്നേഹത്തിൻ്റെ പൂങ്കുഴയിൽ.